സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചോടുന്ന 50 ബസ്സുകളുടെ ഉടമകൾക്കും ജീവനക്കാർക്കും ഇന്ന് ഒരേ മനസ്സായിരുന്നു. അകാലത്തിൽ വിട പറഞ്ഞ കൂടപ്പിറപ്പിന്റെ കുടുംബത്തെ സഹായിക്കണം. ഒരു ദിവസത്തെ വേതനവും വരുമാനവും ആ കുടുംബത്തിനായി മാറ്റിവെക്കണം. കൂടപ്പിറപ്പിന് ഒരു കൈത്താങ്ങ് എന്ന പേരിൽ ബസ് ജീവനക്കാരും ബസ് ഉടമകളും ഒന്നിച്ചപ്പോൾ യാത്രക്കാരായ സുമനസുകൾ കാരുണ്യത്തിന്റെ കരങ്ങൾ നീട്ടി. ഈ സക്കീർ സഹായ ഫണ്ട് സ്വരൂപിച്ച് ആ കുടുംബത്തിനെ ചേർത്തു പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുൻകൂട്ടിയാണ് ഇത് ഡേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത്. ഇതിൽ നാട്ടുകാരും അവിടെ പുളിക്കൽ ഭാഗങ്ങളിലുള്ള ക്ലബ്ബുകാർ, പുതിയടത്ത് പറമ്പ്, അതുമാതിരിയുള്ള വലിയപറമ്പ് ഭാഗങ്ങളിലുള്ള ക്ലബ്ബ്, നാട്ടുകാർ, അതുപോലെ തന്നെ ബസ് ഓണേഴ്സ്, ബസ് തൊഴിലാളി, മുഴുവൻ ബസ് തൊഴിലാളികൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു സംയുക്ത രീതിയിൽ ഈ സഹായ ഫണ്ട് വിജയിപ്പിച്ച് ആ സക്കീറിൻ്റെ കുടുംബത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കൈത്താങ് എന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. കൊണ്ടോട്ടി ഫറോക്ക് റൂട്ടിലോടുന്ന ബസ് ജീവനക്കാരനായിരുന്ന സക്കീറിന്റെ കുടുംബത്തെ സഹായിക്കാനായിരുന്നു ഈ കാരുണ്യോട്ടം. കൊണ്ടോട്ടി കേന്ദ്രീകരിച്ചുള്ള ബസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ ഫറോക്ക് കൊണ്ടോട്ടി റൂട്ടിലെ മുഴുവൻ ബസ്സുകളും മറ്റു റൂട്ടുകളിലെ ഏതാനും ബസ്സുകളുമാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ഇന്ധനം നിറച്ചത്. പ്രൈവറ്റ് ബസ് മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് മറ്റ് ഒരു ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് സർക്കാർ നിലത്തുനിന്നോ മറ്റേ മേഖലയിൽ നിന്നോ ഒന്നും ഞാനില്ല. ഞങ്ങൾ അതിനകത്ത് കൂലി ചെയ്ത് ജീവിക്കുക. പിന്നെ ഞങ്ങളെ കുടുംബത്തിലേക്ക് ആ തൊഴിലാളിക്ക് എന്തെങ്കിലും അസുഖമായാലും മരണമായാലും എന്തായാലും അതിലെന്തെങ്കിലും നമുക്ക് അപാകതകൾ വന്നാൽ അല്ലെങ്കിൽ അത്രയും മാരകമായ അസുഖങ്ങളോ മരണം സംഭവിച്ചാൽ ഞങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്, ഈ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ള ഈ ഒരു സംവിധാനം ഞങ്ങൾക്കുള്ളൂ. ഈ സംവിധാനത്തെ ഞങ്ങൾ നാട്ടുകാരെ, യാത്രക്കാരെ, സംഘടനകളെ, പിന്നെ അതുപോലെ നാട്ടിലെ ക്ലബ്ബുകളെ, ഈ ജീവനക്കാരൻ്റെ നാട്ടുകളെ ആയിട്ടുള്ള അവിടെ ഒരു സാമൂഹ്യ പ്രവർത്തകർക്ക് ഉൾപ്പെടുത്തിയിട്ട് കമ്മിറ്റി ഉണ്ടാക്കുക. ഈ ബസ് മേഖലയിൽ ബസ് സ്റ്റാൻഡുമായി കേന്ദ്രീകരിച്ച് ഞങ്ങൾ കലക്ഷൻ പിരിവ്, അതിന് ബസ്സിൻ്റെ ഓണർമാരെ സഹകരിപ്പിക്കുക, അതിലെ തൊഴിലാളികളെ സഹകരിപ്പിക്കുക എന്നൊക്കെ ആയിട്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട്, കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങളിത് മുൻപേ പോയി. അതുപോലെ നമ്മൾ ഡയാലിസിസ് സെൻ്ററിനൊക്കെ വരുമ്പം നമ്മൾ നല്ല ഒരു കലക്ഷൻ ഇവിടെ പിരിച്ചു കൊടുക്കലുണ്ട്. സഹായ സമിതി പ്രസിഡന്റ് ചീരങ്ങൻ മുഹമ്മദ് ഫ്ലാഗ് ഓഫ് ചെയ്തു. കുഞ്ഞിക്ക ഊർവര, നജീബ് ടി പീസ്, ജയശങ്കർ ബാബു, വാർഡ് മെമ്പർമാരായ ഷംല ഷരീഫ്, ഷരീഫ ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. അതന്നെ യാത്രക്കാരുടെ സഹകരണം എന്നാണ് നമ്മൾ പറയുന്നത്. യാത്രക്കാരുടെ സഹകരണം എന്ന് വെച്ചാൽ ഇന്ന് കൊടുക്കുന്ന ടിക്കറ്റിൻ്റെ മേലെ ആളുകൾ അതിൽ ആ ബക്കറ്റ് പിരിവാണ്. ബക്കറ്റ് പിരിവായിട്ട് നടത്തിയിട്ട് ആ ആളുകൾ അതിലേക്ക് ഇന്ന് കലക്ഷൻ കൊടുക്കുന്ന ആ കലക്ഷൻ്റെ മേലെ സംഖ്യ അതിലിടുന്നുണ്ട്. അതേമാതിരി തൊഴിലാളികളെ ആ വീതം, തൊഴിലാളികൾ ആ ഓടുന്ന ബസ്സിൻ്റെ തൊഴിലാളി, അതുപോലെ മലയാളി, അതിൻ്റെ ഓണർ, അതുപോലെയൊക്കെ എല്ലാം ഡീസൽ ഒഴിച്ച് ബാക്കി മുഴുവൻ ഈ ഫണ്ടിലേക്ക് കൊടുക്കും എന്നാണ് നമ്മളെ ഒരു ഉദ്ദേശത്തിലുള്ളത്. കുടുംബത്തെ സഹായിക്കുന്നതിനായി നാട്ടുകാരും ബസ് ഉടമകളും തൊഴിലാളികളും ക്ലബ്ബ് പ്രവർത്തകരും മറ്റും ചേർന്ന് നേരത്തെ ജനകീയ സമിതി രൂപവൽക്കരിച്ചിരുന്നു. കാരുണ്യയാത്രയിൽ ബസ് ജീവനക്കാരും ഉടമകളും രംഗത്തിറങ്ങിയപ്പോൾ അവർക്ക് പിന്തുണയുമായി പലരും എത്തി. വളരെ ഭംഗിയായിട്ട് രാവിലെ മുതൽ എല്ലാ ബസ്സുകളിലും ബക്കറ്റ് പിരിവ് രീതിയിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെ മുമ്പും 2-3 സഹായ ഫണ്ടുകൾ ഞങ്ങൾ കൈമാറിയിട്ടുണ്ട്. രാജു സഹായ ഫണ്ട്, അതുപോലെ തന്നെ നമ്മളെ ബാബു പറഞ്ഞ അനുഗ്രഹത്തിൽ ജോലി ചെയ്തിരുന്നൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു. അവരെ അകാല മരണത്തിൽ ആ കുടുംബം ആകെ തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു. അവരെ കൈപിടിച്ച് ഉയർത്തി അവർക്ക് വീട് വെച്ചു കൊടുക്കാനും, അതേമാതിരി രാജു സഹായ ഫണ്ട് സ്വരൂപിച്ച് അവർക്ക് വീട് വെച്ചു കൊടുക്കാനും, അതുപോലെ തന്നെ സക്കീർ സഹായ ഫണ്ട്, അതിൽ പ്രായപൂർത്തിയായ ആയിക്കൊണ്ടിരിക്കുന്ന 17 വയസ്സായ പെൺകുട്ടി വരെ ഉണ്ട്. 2 വയസ്സായ കുട്ടി മുതൽ 17 വയസ്സായ കുട്ടികൾ വരെ ഈ കുടുംബത്തിലെ അംഗങ്ങളാണ്. അവരൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് തൊഴിലാളികളും ബസ് ഓണേഴ്സും നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്നിട്ട് നടത്തുന്ന ഈ പിരിവ് വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. ബസ് തൊഴിലാളികൾക്ക് ഉച്ചഭക്ഷണവുമായി കൊട്ടപ്പുറം ന്യൂ കാസിൽ ക്ലബ് എത്തിയപ്പോൾ കുടിവെള്ളം ഗദ്ദാഫി ഹോളിഡേഴ്സിന്റെ വകയായിരുന്നു. ഒട്ടേറെ നാട്ടുകാരും ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിനായി കൈകോർത്തു. എയർ 1
കൊണ്ടോട്ടി. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.